ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, WMO റിപ്പോർട്ട്, കിസാൻ ഇ മിത്ര, ക്രിട്ടിക്കൽ മിനറൽസ്, ഇന്ത്യൻ കോസ്റ്റ് ലൈൻ ഇറോഷൻ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് നൈജീരിയ. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയെ കുറിച്ചാണ്. നമുക്ക് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അല്ലെങ്കിൽ IAEA ആണ്. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്റർ ഗവൺമെന്റൽ ഏജൻസിയാണ്. ഇത് 1957 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അറ്റോമിക് സെക്ടറിൽ അല്ലെങ്കിൽ അറ്റോമിക് എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലുള്ള സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ആയിട്ടുള്ള കോഓപ്പറേഷൻ, അതുപോലെ തന്നെ ന്യൂക്ലിയർ ടെക്നോളജിയുടെ പീസ്ഫുൾ യൂസ്, ന്യൂക്ലിയർ പവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇതിനകത്തുള്ള കോഓപ്പറേഷൻ എൻഷുർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർ ഗവൺമെന്റൽ ഫോറമാണ് IAEA അല്ലെങ്കിൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാനുള്ള കാരണം നമുക്കറിയാം 1940s ഒക്കെ ഒരു സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കും ലോകത്തിലെ പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് റൈവൽ സൂപ്പർ പവേഴ്സ് എന്ന് പറയാവുന്ന US-ഉം അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനും അണുവായുധം കൈവശം വെക്കുന്ന അല്ലെങ്കിൽ അറ്റോമിക് വെപ്പൺസ് കൈവശം വെക്കുന്ന രാജ്യങ്ങളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അവർക്കിടയിൽ 1950s ഒക്കെ ആകുമ്പോഴേക്കും ഒരു ന്യൂക്ലിയർ ആംസ് റേസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കും, അല്ലെങ്കിൽ എസ്പെഷ്യലി ന്യൂക്ലിയർ വെപ്പൺസിന്റെ പ്രോലിഫറേഷനൊക്കെ അത് കാരണമാകും എന്നുള്ളൊരു പ്രശ്നം വരുന്ന സമയത്താണ് അതിനെ മിറ്റിഗേറ്റ് ചെയ്യാനും ഈ അറ്റോമിക് ടെക്നോളജി അല്ലെങ്കിൽ ന്യൂക്ലിയർ ടെക്നോളജി പീസ്ഫുൾ ആയിട്ടുള്ള പേർപ്പസിന് വേണ്ടിയിട്ടുള്ള അറ്റോമിക് ടെക്നോളജിയുടെ ഉപയോഗത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാനും അതിനകത്തുള്ള കോപ്പറേഷൻ എൻഹാൻസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി യുണൈറ്റഡ് നേഷന്റെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ IAEAയുടെ സിഗ്നിഫിക്കൻസ് പിന്നീട് വളരെയധികം വലുതാവുന്നത് 1960കളുടെ അവസാനത്തിൽ, അതായത് ചൈന ഒരു ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആയിട്ട് മാറിയതിനു ശേഷം ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി അല്ലെങ്കിൽ NPT എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര ആണവ ഉടമ്പടി നിലവിൽ വരുന്നുണ്ട്. അപ്പോൾ ആ NPT അനുസരിച്ച് NPT സിഗ്നേറ്ററീസ് ആയിട്ടുള്ള രാജ്യങ്ങൾ, ബേസിക്കലി NPTക്കകത്ത് പറയുന്നത് 1966 ജനുവരിക്ക് മുമ്പായിട്ട് ന്യൂക്ലിയർ വെപ്പൺസ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളായിരിക്കും ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റുകളൊന്നും ബാക്കിയുള്ള സ്റ്റേറ്റുകൾക്കൊന്നും ന്യൂക്ലിയർ വെപ്പൺസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റുകൾ അല്ലാത്ത സ്റ്റേറ്റുകൾ NPT സിഗ്നേറ്ററീസ് ആയിട്ട് മാറുന്ന സമയത്ത് അവർ ഈ ന്യൂക്ലിയർ ടെക്നോളജി പീസ്ഫുൾ ആയിട്ടുള്ള പേർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഈ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായിട്ട് അവരൊരു സേഫ് ഗാർഡ് മെക്കാനിസം ഇവർ നെഗോഷിയേറ്റ് ചെയ്ത് സെറ്റിൽ ചെയ്യണം. ഓക്കെ, ദാറ്റ് മീൻസ് അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റിയിലൊക്കെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്ക് ആക്സസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് അവർ ഈ ന്യൂക്ലിയർ ടെക്നോളജി മറ്റുള്ള വെപ്പൺസ് പ്രൊഡക്ഷൻ പോലുള്ള പേർപ്പസിനൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതോട് കൂടിയിട്ട് ഈ ന്യൂക്ലിയർ പ്രോഗ്രാംസിനെ മോണിറ്റർ ചെയ്യാനും ന്യൂക്ലിയർ ഫെസിലിറ്റി ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരം കൂടി NPTയുടെ ഭാഗമായിട്ട് IAEAക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈ യുണൈറ്റഡ് നേഷന്റെ ആറ്റം ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റ് ഏജൻസി ആയിട്ട് IAEA യുണൈറ്റഡ് നേഷൻസ് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓവർ ദി ഇയേഴ്സ് IAEA ന്യൂക്ലിയർ പ്രോലിഫറേഷൻ ഒക്കെ തടയുന്നതിന് വേണ്ടിയിട്ടും ഈ ന്യൂക്ലിയർ ടെക്നോളജിയുടെ പീസ്ഫുൾ യൂസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ പരിഗണിച്ചുകൊണ്ട് 2005 സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് WMO റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ റിപ്പോർട്ടാണ്. അപ്പോൾ ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഈ റിപ്പോർട്ട് അനുസരിച്ച് 2011 തൊട്ട് 2020 വരെയുള്ള 10 വർഷ കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൂട് കൂടുതലുള്ളതും അതുപോലെ തന്നെ കൂടുതൽ മഴ കിട്ടിയിട്ടുള്ളതായിട്ടുള്ള, അതായത് കൂടുതൽ വെറ്ററും കൂടുതൽ വാമറും ആയിട്ടുള്ള കാലഘട്ടമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ഇറക്കിയിട്ടുള്ള ഡെക്കേഡൽ സ്റ്റേറ്റ് ഓഫ് ദി ക്ലൈമറ്റ് 2011 to 2020 എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടിനകത്ത് ആണ് ഈ ഒരു പരാമർശം ഉള്ളത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യുണൈറ്റഡ് നേഷന്റെ കീഴിൽ വരുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് WMO എന്ന് പറയുന്നത്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ അറ്റ്മോസ്ഫിയറിക് സയൻസ്, ക്ലൈമറ്റോളജി, ഹൈഡ്രോളജി, ജിയോ ഫിസിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇന്റർനാഷണൽ കോപ്പറേഷനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ്. അതുപോലെ തന്നെ ഇവരെ ഗവേൺ ചെയ്യുന്നത് വേൾഡ് മെറ്റീരിയോളജിക്കൽ കോൺഗ്രസ് ആണ്. ഈ വേൾഡ് മെറ്റീരിയോളജിക്കൽ കോൺഗ്രസ് എന്ന് പറയുന്നത് WMOയിലെ അംഗരാജ്യങ്ങളായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും കൂടി കൂടിച്ചേരുന്നതാണ്. ഇവർ എല്ലാ 4 വർഷം കൂടുമ്പോഴുമാണ് വേൾഡ് മെറ്റീരിയോളജിക്കൽ
കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ നടക്കാറുള്ളത്, അല്ലെങ്കിൽ ഈ കോൺഗ്രസ് നടക്കാറുള്ളത്. അതിലാണ് അവർ ഈ പോളിസീസും പ്രയോറിറ്റീസും ഒക്കെ സെറ്റ് ചെയ്യുന്നത്. ഇനി വേൾഡ് ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാറ്റസ് ഓഫ് വേൾഡ് ക്ലൈമറ്റ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് ബുള്ളറ്റിൻ എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള സ്റ്റാറ്റസ് ഓഫ് വേൾഡ് ക്ലൈമറ്റ് എന്നും ഗ്രീൻ ഹൗസ് ഗ്യാസ് ബുള്ളറ്റിൻ എന്നും പറയുന്ന രണ്ട് റിപ്പോർട്ടുകൾ WMO പബ്ലിഷ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനിൽ 1949 തൊട്ടേ മെമ്പറാണ്. അതുപോലെ വേൾഡ് വെതർ വാച്ച്, വേൾഡ് ക്ലൈമറ്റ് പ്രോഗ്രാം, അറ്റ്മോസ്ഫിയറിക് റിസർച്ച് ആൻഡ് എൻവയോൺമെന്റ് പ്രോഗ്രാം, ഇതെല്ലാം തന്നെ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷന്റെ കീഴിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പ്രോഗ്രാംസ് ആണ്. അടുത്ത ടോപ്പിക്ക് കിസാൻ ഇ മിത്ര എന്ന് പറയുന്നതാണ്. ഈ കിസാൻ ഇ മിത്ര എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇപ്പോൾ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു AI ചാറ്റ് ബോട്ടാണ്. അതിന്റെ പേരാണ് കിസാൻ ഇ മിത്ര എന്ന് പറയുന്നത്. സോ ഇതിലൂടെ ഫാമേഴ്സിന് ഡിജിറ്റൽ അസിസ്റ്റൻസ് കൊടുക്കാനും അവരുടെ കൊറീസിനും കാര്യങ്ങളൊക്കെ അവരുടെ നേറ്റീവ് ലാംഗ്വേജിൽ തന്നെ റിപ്ലൈ കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു AI ബേസ്ഡ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ചാറ്റ് ബോട്ടാണ് കിസാൻ ഇ മിത്ര എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ ഫാമേഴ്സിനെ ടെക്നോളജിക്കൽ ഇന്റർവെൻഷൻസിലൂടെയൊക്കെ എംപവർ ചെയ്യുക എന്നുള്ളത് ആ ഒരു കാര്യം കൂടി ഇതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത് നിലവിൽ വന്നേക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഏക് സ്റ്റെപ്പ് ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ ഭാഷിനി എന്ന് പറയുന്ന രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട്, അല്ലെങ്കിൽ രണ്ട് ഓർഗനൈസേഷൻസിന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് ലോഞ്ച് ചെയ്തേക്കുന്നത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആണ്. അപ്പോൾ ഈ ഫാർമേഴ്സിനുള്ള നിലവിലുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള, അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ബാരിയേഴ്സിനെ ഓവർകം ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇതിനുണ്ടെന്ന് മനസ്സിലാക്കുക. സോ ഈ ചാറ്റ് ബോട്ടിനകത്ത് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ നേറ്റീവ് ലാംഗ്വേജസും അവൈലബിൾ അല്ല. നിലവിൽ 5 ലാംഗ്വേജസിലാണ് ഈ ചാറ്റ് ബോട്ട് പ്രവർത്തിക്കുന്നത്: ഇംഗ്ലീഷ്, ഹിന്ദി, ഒഡിയ, തമിഴ്, അതുപോലെ തന്നെ ബംഗ്ല. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ മിനറൽസ് ആണ്. സോ ഈ ക്രിട്ടിക്കൽ മിനറൽസിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും ഡെയിലി ന്യൂസ് ചാനൽസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വേരി ചെയ്യും. ഏതൊക്കെയാണ് ക്രിട്ടിക്കൽ മിനറൽസ് എന്നുള്ളത്? ക്രിട്ടിക്കൽ മിനറൽസ് ബേസിക്കലി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസ് ആണ്. അത് ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിന്, അല്ലെങ്കിൽ സെക്യൂരിറ്റി ആസ്പെക്റ്റിനൊക്കെ വളരെ സിഗ്നിഫിക്കന്റ് ആണെന്ന് ഒരു രാജ്യത്തിന് തോന്നുന്ന മിനറൽസിനെയാണ് അവർ ക്രിട്ടിക്കൽ മിനറൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക. ഓക്കെ, അതിന്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് കാരണം. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 30ഓളം ക്രിട്ടിക്കൽ മിനറൽസിനെയാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ ഒരു മിനറലിനെ ക്രിട്ടിക്കൽ മിനറൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയാണ്. മിനിസ്ട്രി ഓഫ് മൈൻസിന്റെ കീഴിലുള്ള എക്സ്പേർട്ട് കമ്മിറ്റിയാണ്. ആ ഒരു നിലവിൽ 30 ക്രിട്ടിക്കൽ മിനറൽസിനെയാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇന്ത്യയിലെ ക്രിട്ടിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് മിനറൽസിനകത്ത് പ്രൈവറ്റ് മൈനിങ് ഇപ്പോൾ അലൗഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ട്രാഞ്ച് ഓഫ് ബിഡിങ്, അല്ലെങ്കിൽ ഫസ്റ്റ് ട്രാഞ്ച് ഓഫ് അലോക്കേഷൻ ഓഫ് മൈനിങ് ബ്ലോക്സ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് ഇന്ത്യൻ കോസ്റ്റ് ലൈൻ ഇറോഷൻ എന്ന ടോപ്പിക്കാണ്. സോ ഇന്ത്യൻ കോസ്റ്റ് ലൈൻ ഇറോഷൻ എന്ന് പറയുന്നത്, ഇന്ത്യക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഏകദേശം ഒരു 7500ഓളം കിലോമീറ്റർ ഉള്ള വലിയ ഒരു കോസ്റ്റ് ലൈൻ ഉണ്ട്. പക്ഷേ ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നെന്ന് പറയുന്നത് കോസ്റ്റ് ലൈൻ ഇറോഷൻ ആണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു എൻവയോൺമെന്റൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ എക്കണോമിക്കൽ ആയിട്ടുള്ള കോസ്റ്റൽ കമ്മ്യൂണിറ്റീസിന്റെ വെൽബീയിങ്ങിനൊക്കെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഉണ്ടാക്കും, എക്കണോമിക് ഇമ്പാക്ട് ഉണ്ടാക്കും, അതുപോലെ തന്നെ കോസ്റ്റൽ കമ്മ്യൂണിറ്റീസിന്റെ വെൽബീയിങ്ങിനൊക്കെ ബാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഏകദേശം 33.6% ഇന്ത്യയുടെ കോസ്റ്റ് ലൈന് ഇറോഷന് വൾണറബിൾ ആണെന്നും 26.9% ഇപ്പോൾ വലിയ രീതിയിലുള്ള ഗ്രോയിങ് ഇറോഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും, അതുപോലെ തന്നെ വെറും 36.9% മാത്രമാണ് സ്റ്റേബിൾ കണ്ടീഷനിൽ, അല്ലെങ്കിൽ സ്റ്റേബിൾ സ്റ്റേറ്റിൽ ഉള്ളതെന്നുമാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോസ്റ്റൽ ഇറോഷനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് 2 തരത്തിലുള്ള കാരണങ്ങളാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. ഒന്ന് നാച്ചുറൽ കോസസ് ആണ്, അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള കാരണങ്ങളാണ്. മറ്റൊന്ന് ആന്ത്രപ്പോജനിക് ആയിട്ടുള്ള കോസസ് ആണ്, അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാരണങ്ങളാണ്. ഓക്കെ, നാച്ചുറൽ കോസസ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഒന്ന് ജിയോളജിക്കൽ പ്രോസസ് ആണ്. ജിയോളജിക്കൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിക്കടിയിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ സബ്സിഡൻസ്, അതുപോലെ തന്നെ അപ്ലിഫ്റ്റ് ഒക്കെ കാരണങ്ങളായിട്ട് പറയാം. ഓക്കെ, അതായത് ടെക്ടോണിക് ആക്ടിവിറ്റി കാരണം സബ്സിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്നു പോവുക, അപ്ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങി പോവുക. ഓക്കെ, അപ്പോൾ ഈ ടെക്ടോണിക് പ്ലേറ്റുകളുടെയൊക്കെ മൂവ്മെന്റ് കാരണം സംഭവിക്കുന്ന 2 കാര്യങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും കോസ്റ്റൽ ഇറോഷന് കാരണമായിട്ട് മാറും. അതുപോലെ തന്നെ ജിയോളജിക്കൽ ആയിട്ടുള്ള കമ്പോസിഷൻ, അതായത് ഇപ്പോൾ റോക്സ്, അതുപോലെ തന്നെ സെഡിമെന്റ്സിന്റെ ഒക്കെ, കോസ്റ്റ് ലൈനിന്റെ സൈഡിലുള്ള റോക്സ്, സെഡിമെന്റ്സിന്റെ ഒക്കെ ഡിഫറെന്റ് കോമ്പോസിഷൻ അനുസരിച്ച് അത് ഈ ഇറോഷൻ എത്രത്തോളം പെട്ടെന്ന് നടക്കും ഇല്ല എന്നുള്ളതിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന കാര്യമാണ് ഈ പറയുന്ന റോക്സിന്റെയും സെഡിമെന്റ്സിന്റെ ഒക്കെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്.
മറ്റൊന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലൈമറ്റ് ചേഞ്ചും സീ ലെവൽ റൈസും ആണ്. അതും കോസ്റ്റ് ലൈൻ ഇറോഷന് വലിയൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. ഇനി ആന്ത്രപ്പോജനിക് ആയിട്ടുള്ള കോസസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അർബനൈസേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ഇപ്പോൾ അർബനൈസേഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ മുംബൈ പോലുള്ള സിറ്റികളുടെ ഒക്കെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഈ അർബൻ എക്സ്പാൻഷന് വേണ്ടിയിട്ട്, അതിൽ പുതിയ ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ലാൻഡ് റിക്ലമേഷൻ നടക്കുന്നത്. അതായത് കോസ്റ്റൽ ഏരിയാസ് കൂടുതൽ മണ്ണിട്ട് നികത്തി നമ്മൾ മറ്റുള്ള പേർപ്പസിന് വേണ്ടിയിട്ട് അർബനൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈ പറയുന്ന കോസ്റ്റൽ ഇറോഷന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ സാൻഡ് മൈനിങ്ങും ഡ്രഡ്ജിങ്ങും ഇതും വലിയ രീതിയിലുള്ള ഈ പറയുന്ന കോസ്റ്റൽ ഇറോഷന് കാരണമായിട്ട് മാറും. ഇപ്പോൾ സാൻഡ് മൈനിങ് നമുക്ക് മനസ്സിലാക്കാം, ഈ മണൽ എടുക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ്. ഡ്രഡ്ജിങ് എന്ന് പറയുന്നത് ഷിപ്പിംഗ് ലൈനിന്റെ ഒക്കെ ആഴം കൂട്ടുന്നതിന് വേണ്ടി ചെയ്യുന്ന ഡ്രഡ്ജിങ്. അതുപോലെ തന്നെ മാംഗ്രൂവ്സിന്റെ ഡിസ്ട്രക്ഷൻ നമ്മുടെ കോസ്റ്റിനെ സ്റ്റേബിൾ ആയിട്ട് നിലനിർത്തുന്നതിലും കോസ്റ്റിന്റെ ഒരു ഹെൽത്തി മെയിൻ്റെനൻസിലും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് മാംഗ്രൂവ് ഫോറസ്റ്റുകൾ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ കൃഷി ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ നമ്മുടെ ഇന്ത്യയിലെ തന്നെ സുന്ദർബൻ മാംഗ്രൂവ്സിന്റെ ആ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ശ്രിമ്പ് പോലുള്ള ഫാമിംഗ് ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് ഈ മാംഗ്രൂവ്സ് ഒക്കെ വലിയ ഇതിൽ വെട്ടി നശിപ്പിക്കുന്ന ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ കടൽ കയറി വരാനും ഈ കോസ്റ്റൽ ഏരിയാസ് നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ കോസ്റ്റൽ ഇറോഷനും കാരണമായിട്ട് മാറും. പിന്നെ ഉള്ളത് ക്ലൈമറ്റ് ചേഞ്ച് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന ഒരു ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചിനുള്ള പ്രധാനപ്പെട്ട കാരണം ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ അതും സ്വാഭാവികമായിട്ടും ഇതിനെ ബാധിക്കുന്നുണ്ട്. ഇനി കോസ്റ്റൽ ഏരിയാസിന്റെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ചില ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഒന്ന് മിഷ്ടി സ്കീമാണ്. മിഷ്ടി സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംഗ്രൂവ് ഇനീഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകം എന്നുള്ളതാണ്. അപ്പൊ ഇത് ബേസിക്കലി ഇന്ത്യയിലെ മാംഗ്രൂവ് പ്ലാന്റേഷൻസിനെ അല്ലെങ്കിൽ മാംഗ്രൂവ് പ്ലാന്റേഷൻ നടത്താൻ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ കോസ്റ്റ് ലൈനും ഈ കോസ്റ്റ് ലൈൻ അതുപോലെ തന്നെ സാൾട്ട് പാൻസിലൊക്കെ മാംഗ്രൂവ് പ്ലാന്റേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മിഷ്ടി സ്കീം ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ മാംഗ്രൂവ്സ് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം കോസ്റ്റൽ ഏരിയാസ് ഇറോഡ് ചെയ്യാതെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനും പറ്റും. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇന്റഗ്രേറ്റഡ് കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് പ്രോഗ്രാം. അത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ കീഴിലാണ് അത് വരുന്നത്. സോ ഇപ്പോൾ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള കോസ്റ്റൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസിനെ ഫോസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അതിലൂടെ ഈ പറയുന്ന കോസ്റ്റൽ ഇറോഷനെ തടയാൻ കഴിയും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലെങ്കിൽ GPS ആണ്. സോ GPS എന്ന് പറയുന്നത് ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റം ആണ്. അത് ആളുകൾക്ക് ഒരു റിയൽ ടൈം ലൊക്കേഷൻ ഇൻഫർമേഷൻ ഭൂമിയിൽ എവിടെയും പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ഈ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് US ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രോഗ്രാം ആയിട്ടാണ് ഈ GPS 1970-കളിൽ ആരംഭിക്കുന്നത്. ഇത് പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത് 1973-ലാണ്. ഈ GPS-നകത്ത് ഒരു 24ഓളം സാറ്റലൈറ്റുകളുടെ വലിയൊരു കോൺസ്റ്റലേഷൻ ആണ് GPS എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഫസ്റ്റത്തെ സാറ്റലൈറ്റിന്റെ ലോഞ്ച് നടക്കുന്നത് 1978-ലാണ്. ഓക്കെ, അപ്പോൾ നിലവിൽ ഈ GPS നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഗൂഗിൾ മാപ്പിന്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് GPS ആണെങ്കിലും GPS ശരിക്കും ഇപ്പോഴും US-ന്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. അതിന്റെ ഓപ്പൺ ആയിട്ടുള്ള മോഡ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഈ മിസൈൽസിന്റെയും മറ്റുള്ള അത്തരത്തിലുള്ള വെപ്പൺസിന്റെ ഒക്കെ ഗൈഡൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മോഡ് അതിനുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ GPS അതുകൊണ്ട് തന്നെ US ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് റെസ്ട്രിക്ട് ചെയ്യാനൊക്കെ പറ്റും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത് 1980-കളിൽ ഒരു കൊറിയൻ എയർക്രാഫ്റ്റ് സോവിയറ്റ് യൂണിയൻ ഒരു എനിമി എയർക്രാഫ്റ്റ് ആണെന്ന് വിചാരിച്ച് വെടിവെച്ചിട്ടതിന് ശേഷമാണ് GPS സിവിലിയൻസിന് അല്ലെങ്കിൽ ലോകത്തിലുടനീളം അവൈലബിൾ ആയിട്ട് മാറിയത്. ഇപ്പോൾ നിലവിൽ GPS-നെ കൺട്രോൾ ചെയ്യുന്നത് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന്റെ കീഴിൽ വരുന്ന അവരുടെ സ്പേസ് ഫോഴ്സ് അല്ലെങ്കിൽ അവർക്ക് സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫൻസ് ആക്ടിവിറ്റീസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു ബ്രാഞ്ച് ഓഫ് മിലിറ്ററി ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു, US സ്പേസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അവരാണ് ഇപ്പോൾ GPS കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിന് GPS-ന് പ്രധാനമായിട്ടും 3 കോമ്പോണൻസ് ആണുള്ളത്. ഒരു സ്പേസ് സെഗ്മെന്റ് ഉണ്ട്, അതിൻ്റെ ഒരു കൺട്രോൾ സെഗ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു യൂസർ സെഗ്മെന്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഈ ഇനീഷ്യലി 1970s-ലും 80s-ലും ഒക്കെ US-ന് മാത്രമായിരുന്നു ഇത്തരത്തിലൊരു ഗ്ലോബൽ ലെവലിലുള്ള നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നിലവിൽ ഇത്തരത്തിലുള്ള ഗ്ലോബൽ റീച്ചുള്ള ലോകത്തിൽ എല്ലായിടത്തും റീച്ചുള്ള തരത്തിലുള്ള സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റംസ് US-ന്റെ GPS പോലെ തന്നെ റഷ്യക്ക് ഗ്ലോനസ് എന്ന് പറയുന്ന സ്വന്തമായിട്ടുള്ള ഒരു നാവിഗേഷൻ സിസ്റ്റം ഉണ്ട്, സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള. അതുപോലെ തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഗലീലിയോ ഉണ്ട്. അതുപോലെ തന്നെ ചൈനയുടെ ബെയ്ദു എന്ന് പറയുന്ന ഒരു നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ചൈനക്കും സ്വന്തമായിട്ടുണ്ട്. ഈ 4
സിസ്റ്റംസ് ആണ് നിലവിൽ ഗ്ലോബൽ റീച്ച് ഉള്ള സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കേസിലാണെങ്കിൽ ഇന്ത്യക്ക് ഒരു ഗ്ലോബൽ ലെവലിലുള്ള അല്ലെങ്കിൽ ലോകത്തിലെ എല്ലായിടത്തും റീച്ച് ഉള്ള ഒരു നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഒന്നുമില്ല. പകരം നമുക്ക് ഒരു റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഉണ്ട്. അതാണ് ആദ്യം IRNSS എന്നുള്ള പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. അത് പക്ഷെ പിന്നീട് നമ്മൾ അതിന്റെ പേര് മാറ്റിയിട്ട് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ അല്ലെങ്കിൽ നാവിക് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇതൊരു റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ആണെന്ന് മനസ്സിലാക്കുക. നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് നൈജീരിയ ആണ്. സോ നൈജീരിയ എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ വെസ്റ്റേൺ ആഫ്രിക്കയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള, ആഫ്രിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റിൽ ഈ ഗൾഫ് ഓഫ് ഗ്വീനയുടെ അടുത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ്. നൈജീരിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അബൂജയാണ്. ഈ നൈജീരിയ എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യവും അതുപോലെ തന്നെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി കൂടിയാണ്. ഇനി നൈജീരിയയുടെ ഒരു ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ സഹൽ റീജന്റെ, അതായത് ഈ നൈജറൊക്കെ കിടക്കുന്ന ഈ ഒരു ഏരിയയാണ് സഹൽ റീജൻ എന്ന് പറയാം. നൈജീരിയയുടെ നോർത്തേൺ സൈഡിൽ സഹൽ റീജൻ ആണ്. അവരുടെ സദേൺ റീജനിൽ ഈ ഒരു അറ്റ്ലാന്റിക് ഓഷന്റെ ഈ ഒരു ഭാഗമാണ് ഗൾഫ് ഓഫ് ഗിനിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോ ഇവരുടെ ഈസ്റ്റേൺ സൈഡിലായിട്ട് കാമറൂണും വെസ്റ്റേൺ സൈഡിലായിട്ട് ബെനീനുമാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.